സ്പോട്ട് ലൈവ് തുടരുന്നു. കണ്ണൂരിൽ കവർച്ചാ പരമ്പര. 7 വ്യാപാര സ്ഥാപനങ്ങളിലാണ് കവർച്ച നടന്നത്. പ്രസ് ക്ലബിന് സമീപത്തെ കടകളിലായിരുന്നു മോഷണം. കടകളിൽ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത്. ടൗൺ പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഷോപ്പ് തുറക്കാൻ വരുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. 7 മണിയൊക്കെ നമ്മളെ അയൽവാസി വിളിച്ചു പറയുകയും ചെയ്ത് ഇങ്ങനെ ഷോപ്പ് ഇങ്ങനെ അതിൻ്റെ ഷട്ടറെല്ലാം തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടത് ഈ ഷട്ടർ കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലുള്ള കുറച്ച് രേഖകൾ, കുറച്ച് ഫയലുകളെല്ലാം എടുത്തു കൊണ്ടുപോയിന്. പിന്നെ കുറച്ച് ഡ്രസ്സും. പൈസ ചെറിയ 10-25 അങ്ങനെ ഉണ്ടാവും. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 4 മാസം മുമ്പാണ് ഇതേ കള്ളൻ തന്നെയാണ് മറ്റൊരു കടയിലും കയറിയത്. രാവിലെ വന്ന് കട തുറന്നപ്പോഴാണ് ആദ്യം വിചാരിച്ചത് നമ്മൾ വെജിറ്റബിൾ കട മാത്രമാണ്. പിന്നെ മറ്റൊരു കടയും തുറന്നു. മറ്റുള്ള ആളുകളൊക്കെ തുറന്നപ്പോഴാണ് 7ഓളം കടകളിലാണ് കള്ളൻ കയറിയിട്ടുള്ളത്. ഒരു കടയിൽ നിന്ന് 5000 രൂപയും മറ്റൊരു കടയിൽ നിന്ന് 2000 രൂപയും മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഡ്രസ്സുകളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വാച്ചുകളുമാണ് നഷ്ടപ്പെട്ടത്. ഇതിനേക്കാളൊക്കെ ഉപരി വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഷട്ടറുകൾ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മഴക്കാലം മേലെയുള്ള ഷീറ്റ് ഇളക്കിയിട്ടാണ് 2-3 ഷോപ്പിലേക്ക് താഴെ ഇറങ്ങിയിട്ട് അവരുടെ സീലിംഗ് അടക്കം തകർന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10000 രൂപ ഇല്ലാതെ ഒരു കച്ചവടക്കാരന് ഷോപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. 4ഓളം CCTVകൾ ഇവിടെ പോലീസിന്റെ ഉണ്ടെങ്കിൽ 4ഉം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സംഘടന അത് റെഡിയാക്കാൻ എന്താ വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അത് പോലീസുകാർ പറയുകയാണെങ്കിൽ നമ്മളത് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. നമ്മൾ ഇവിടെ ഈ പ്രസ് ക്ലബ്ബ് റോട്ടിൽ ഇന്ന് കാലത്ത് കട തുറന്നപ്പോൾ വ്യാപാരികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കാരണം മോഷ്ടാക്കൾ തന്നെയാണ് ഇതിന് കാരണം. 2 മാസം മുമ്പ് ഇതേ റോഡിൽ 3ഓളം കടകൾ കുത്തി തുറന്ന് പണവും അതുപോലെ സാധനങ്ങളും കളവ് ചെയ്തതായിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു. അതിന് ശേഷം ഉണ്ടായ ഇന്ന് കാലത്ത് കടകൾ തുറന്നപ്പോൾ മേൽക്കൂര തകർത്തും അതുപോലെ സീലിംഗ് തകർത്തും പണവും വാച്ചുകളും കളവ് പോയതായിട്ടാണ് വ്യാപാരികൾ പരാതി ഉന്നയിക്കുന്നത്. വിവരങ്ങളുമായി സുമേഷ് മോറാട് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സുമേഷ്, വ്യാപാരികൾ വലിയ ആശങ്കയിലാണ്. അവർ വലിയ പരിഭവം പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകളില്ല, രാത്രി പരിശോധനയില്ല, CCTVകളെല്ലാം നിശ്ചലമായിട്ടുള്ളൊരവസ്ഥ, പ്രവർത്തനരഹിതമാണ്. അങ്ങനെ ഇത് ഈ സ്ഥാപനത്തിൻ്റെ അതായത് ഓരോ കടകളിലുമുള്ള CCTVകൾ ഈ കള്ളൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഒരു കടകളിലല്ല മോഷണം നടന്നത്, 7 വ്യാപാര സ്ഥാപനങ്ങളിലാണ്, അതും ഒരൊറ്റ രാത്രിയിൽ. ഈ കള്ളനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഒരാൾ തനിച്ചാണോ മോഷണത്തിനെത്തിയത്? ടോം, മഴക്കാലം തുടങ്ങിയതോടെ മോഷണങ്ങളും വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. അതായത് ഇന്നലെ ഒറ്റ രാത്രിയിൽ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോഷണ പരമ്പര തന്നെ നടന്നു എന്നുള്ളതാണ്. അതായത് ഈ പ്രസ് ക്ലബിനോട് ചേർന്നിട്ടുള്ള 7 കടകളിലാണ് ഇന്നലെ ഈ മോഷണം നടന്നത്. ഇത് കൃത്യമായി പറയാൻ സാധാരണക്കാർ നടത്തുന്നതായിട്ടുള്ള ചെറിയ ചെറിയ കടകളാണ്. അതായത് ഇതിന്റെ മേൽക്കുരകളൊക്കെ ഈ ആസ്പെറ്റോ ഷീറ്റുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള അത്തരം ഷോപ്പ്, ഇതൊരു താൽക്കാലിക സംവിധാനം പോലെയുള്ള ഷോപ്പുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനോട് ചേർന്ന 7 കടകൾ, അടുത്തായുള്ള 7 കടകളിലാണ് ഇന്നലെ ഈ മോഷണം നടന്നത്. ഈ മോഷണം നടത്തിയ രീതി തന്നെ നമുക്കറിയാം. ആ വിഷ്വൽ നമ്മൾ ഈ പുറത്തു വന്ന ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ്. അതായത് ഈ ഷീറ്റ് തകർത്ത് മുകളിൽ കയറി അതിന്റെ ഈ ആസ്പെറ്റോ ഷീറ്റുകളൊക്കെ തകർത്തുകൊണ്ടാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി കടകളൊക്കെ തുറക്കുന്ന സമയത്താണ് ഈ വ്യാപാരികളുടെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ ഈ പതിയുന്നത് തന്നെ. അതായത് ഇതിന്റെ ഷട്ടറുകളൊക്കെ സാധാരണ രീതിയിൽ അടഞ്ഞിരിക്കുകയും എന്നാൽ ഉള്ളിൽ ഷട്ടർ തുറന്ന് ഉള്ളിൽ കയറിയതിനു ശേഷമാണ് ഇവിടെ ഒരു മോഷണം നടന്നായിട്ടുള്ള കാര്യം ഈ വ്യാപാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത്ര വിദഗ്ധമായ രീതിയിലാണ് ഈ മോഷണം നടത്തിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു 300-400 മീറ്റർ തൊട്ടടുത്തായിട്ടാണ് ഈ ടൗൺ സ്റ്റേഷനിൽ പോലീസിന്റെ ടൗൺ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഇന്നലെ മോഷണം നടന്ന ഈ കടകളോട് ചേർന്ന്, അതായത് 400 മീറ്റർ തൊട്ടടുത്തായിട്ടാണ് സ്റ്റേഷൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ പോലീസിന്റെ ശ്രദ്ധ പോലും ഇത്തരം സ്ഥലങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വ്യാപാരികൾ ഉൾപ്പെടെ പറയുന്നത്. അവിടെ ഈ പോലീസിന്റെ ഈ CCTV ക്യാമറകൾ ഈ പ്രസ് ക്ലബിന് മുൻപിൽ തന്നെയുണ്ട്. എന്നാൽ അത്തരം ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് എന്നുള്ള കാര്യം ഈ മോഷണത്തിന് ശേഷമാണ് മിക്ക ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് വളരെ ഇത്തരം കാര്യങ്ങൾ വിദഗ്ധമായ രീതിയിൽ മനസ്സിലാക്കിയ കള്ളനാണ് ഇന്നലെ ഈ മോഷണം നടത്തിയെന്നുള്ളതാണ്
ഈ പ്രധാനമായി പറയാനുള്ളത്. ഏകദേശം 50,000 രൂപയോളം, പിന്നെ അതുമായി ഏകദേശം അതേ പൈസയോളം മൂല്യമുള്ള സാധനങ്ങളും ഉൾപ്പെടെ കവർന്നു എന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത്. ഏതായാലും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ വ്യാപാരികളുടെ ബൈറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും. അതായത് 2 മാസം, അതായത് 3 മാസത്തിനുള്ളിൽ ഇതേ പ്രദേശത്ത് ഈ ഒരു മോഷണം നടന്നിരുന്നു. അതേ വ്യക്തി തന്നെയാണ്, ഈ മോഷ്ടാവ് തന്നെയാണ് ഇന്നലെയും ഈ മോഷണം നടത്തിയതെന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത്. അന്ന് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് വീണ്ടും ഇത്തരം ഒരു മോഷണം നടത്തുന്നതിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ ഈ വ്യാപാരികൾ ഉൾപ്പെടെ ഈ പറയുന്നത്. അത് കൃത്യമായ ഒരു പോലീസിന്റെ പരിശോധന നഗരത്തിലില്ലേ? പ്രത്യേകിച്ചും പ്രസ് ക്ലബിന് സമീപത്തെന്ന് പറയുമ്പോൾ നഗരപരിധിയാണ്, പോലീസിന്റെ നിരീക്ഷണമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ ഒരു മണിക്കൂറുകൾക്കിടെ ഇത്തരമൊരു കവർച്ചാ പരമ്പര തന്നെ നടക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ വ്യാപാരികളും പറയുന്നത്. അതായത് പോലീസിന്റെ ഒരു നിരീക്ഷണം വേണ്ട ഒരു പ്രദേശമാണ് ഈ പ്രദേശം എന്നൊക്കെ പറയുന്നത്. കാരണം ഈ പ്രസ് ക്ലബിന്റെ ഈ ഭാഗങ്ങൾ, ഈ പഴയ ബസ് സ്റ്റാൻഡൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. അവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഈ ശല്യം രൂക്ഷമാണ് എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യാപാരികൾ ഉൾപ്പെടെ ഈ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസ് വേണ്ട വിധത്തിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ ഈ പരാതിയുള്ളത്. അത് തന്നെയാണ് ഇത്തരം ഒരു മോഷണത്തിലേക്ക് വീണ്ടും നയിച്ചത് എന്നുള്ളതാണ് ഈ വ്യാപാരികൾ പറയുന്നത്. അതായത് ഒരാൾ തന്നെ വീണ്ടും മോഷണം നടത്താൻ എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു അതിശയകരമായി തോന്നുന്നത്. അതായത് അന്ന് പോലീസ് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല, അത് ഒരു ജാഗ്രത പുലർത്തിയില്ല. അതായത് അന്നും ഈ വ്യാപാരികൾ ഇത്തരം പരാതികൾ നൽകിയിരുന്നു. പരാതികൾ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തി ഈ മോഷ്ടാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരോടൊക്കെ ഈ പരാതിയായി പറയുന്നത്. സാധാരണക്കാരായ ആളുകൾ നടത്താൻ കടകളാണ്. നേരത്തെ ഈ വ്യാപാരികളൊക്കെ പറഞ്ഞ പോലെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നടത്തി, മഴക്കാലമാണ്, അതൊക്കെ നടത്തണമെങ്കിൽ വലിയൊരു പൈസ വേണം. അതായത് മേൽക്കൂര തകർത്തു, ഈ ഷട്ടറുകൾ തകർത്തു, ഇത് ഉൾപ്പെടെ നന്നാക്കി എടുക്കുന്നതിന്, അല്ലെങ്കിൽ വേണ്ട നല്ല രീതിയിൽ അതിനിപ്പോ സാധാരണ രീതിയിൽ പണിയുന്നതിന് വേണ്ടി വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൈസ മുടക്കുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ പോലീസ് തന്നെയാണ് ഇത്തരം, അതായത് സംരക്ഷണം നൽകേണ്ട പോലീസ് വേണ്ട രീതിയിൽ അവിടെ ഇടപെടൽ നടത്തുന്നില്ല, അല്ലെങ്കിൽ അതിന് പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇത്തരം ഈ മോഷണ പരമ്പരകൾ ഉൾപ്പെടെ നടക്കാൻ കാരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. യെസ്, വ്യക്തമാണ്. സുമേഷ് മോറാഴിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കണ്ണൂർ നഗരത്തിലെ കച്ചവടക്കാർ വലിയ ആശങ്കയിലാണ്. രാത്രി സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കനത്ത മഴയിൽ നഗരത്തിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് തൊട്ട് സമീപത്തെ വീടുകളിൽ പോലും ഒരു കവർച്ച നടന്നാലും സാധാരണ ജനങ്ങൾ അറിയാറില്ല. ഇതിൻ്റെ മറവിലാണ് കവർച്ചാ സംഘങ്ങൾ നാട്ടിൽ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പോലീസിൻ്റെ കൃത്യമായ ഇടപെടലുകൾ വേണം, രാത്രി സമയങ്ങളിലെ പരിശോധനകൾ വേണം. അതല്ലെങ്കിൽ ഇതുപോലെ കവർച്ചാ സംഘങ്ങൾ അവരുടെ ഒരു വിഹാര കേന്ദ്രങ്ങളായി ഇതുപോലുള്ള കച്ചവട സ്ഥാപനങ്ങളെയും വീടുകളെയൊക്കെ മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഉടൻ തന്നെ ഈ പ്രതിയെ, കള്ളനെ പിടിക്കാനുള്ള നടപടി പോലീസ് സ്വീകരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.